ഇതേ സിനിമയുടെ ഒന്നാം ഭാഗം ചിത്രീകരിച്ചിരുന്ന സമയത്തും പൾസർ സുനി അതിജീവിതയുടെ ഡ്രൈവർ ആയിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് സംവിധായകൻ ലാലിന്റെ മകനായിരുന്നു. നിർമ്മാതാവ് അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷിയായ സാക്ഷാൽ ലാലിന്റെ ലാൽ ക്രിയേഷൻ ആയിരുന്നു. കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിട്ടും ദിലീപ് തന്നെയാവണം കുറ്റവാളി എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ദിലീപിനെ വേട്ടയാടുന്ന ആളുകൾ നടി ആക്രമിക്കപ്പെട്ട ദിവസം എന്താണ് സംഭവിച്ചത് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 17 നടന്നതെന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരു പുകമറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പലരും പല തരത്തിലുള്ള കഥകളാണ് പ്രചരിപ്പിച്ചത്. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ ദയവ് ചെയ്തത് തിരുത്തി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 2017 ഫെബ്രുവരി 17 എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2017 ഫെബ്രുവരി 17 അതിജീവിത തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ടീം ഏർപ്പാടാക്കി കൊടുത്ത കാറിൽ നടൻ ദിലീപ് 8ാം പ്രതിയാക്കപ്പെട്ട കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ആന്റണിക്ക് തന്റെ വാസസ്ഥലത്തേക്ക് തിരികെ പോകുന്ന സമയത്താണ് അപൂർണമായ ഈ തിരക്കഥ ആരംഭിക്കുന്നത്. എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിച്ച ശേഷം അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്ന ടെമ്പോ ട്രാവലർ കാറിന്റെ പുറകിലായി വന്നിരിക്കുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ മാർട്ടിൻ വാഹനം ഒതുക്കുന്നു. ടെമ്പോ ട്രാവലർ ഒതുക്കി അതിൽ നിന്ന് കുറച്ച് ഗുണ്ടകൾ പുറത്തേക്ക് ഇറങ്ങി വരും. ഡ്രൈവർ മാർട്ടിനുമായി തർക്കം നടക്കുന്നതിനിടെ 3ാം പ്രതിയായ മണികണ്ഠനും 4ാം പ്രതി വിജേഷും പുറകുവശത്തെ ഡോറുകൾ തുറക്കുകയും അതിജീവിതയുടെ ഇരുവശത്തായി ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ രണ്ടുപേരും പൊടുന്നനെ വാഹനത്തിലേക്ക് കയറിയതിൽ ഞെട്ടിത്തരിച്ചിരുന്ന അതിജീവിതയെ ആശ്വസിപ്പിക്കാനായി, മാഡം, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി കയറിയതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡ്രൈവറെയാണ്, അവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുകയും അത് കേട്ടപ്പോൾ അതിജീവിതയ്ക്ക് അല്പം ആശ്വാസം തോന്നുകയും മണികണ്ഠന്റെയും വിജേഷിന്റെയും നിർദ്ദേശമനുസരിച്ച് വാഹനം മുന്നോട്ടേക്കെടുത്ത മാർട്ടിൻ അവരെ ഭയന്നിട്ടാണ് അവർ പറയുന്നത് അനുസരിച്ച് വാഹനം മുന്നോട്ടേക്കെടുക്കുന്നത് എന്നൊരു തോന്നൽ അതിജീവിതയിൽ ഉണ്ടാക്കാൻ ഡ്രൈവർ മാർട്ടിന് സാധിച്ചു എന്നും പറയപ്പെടുന്നു. ഓരോ സിനിമക്കും ലക്ഷങ്ങളും കോടികളും പ്രതിഫലം വാങ്ങുന്ന അതിജീവിത സ്വാഭാവികമായും സഞ്ചരിക്കേണ്ടത് ഒരു ആഡംബര വാഹനത്തിലാണ്. മിനിമം സെൻട്രൽ ലോക്കെങ്കിലും ഇല്ലാത്ത ഒരു വാഹനത്തിൽ അവർ സഞ്ചരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം നിർത്തിക്കഴിഞ്ഞാലും ഡോറുകൾ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡ്രൈവർ വിചാരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്ന യാത്രക്കാർ വിചാരിക്കണം. അപ്പോൾ മാത്രമേ പുറത്തു നിന്നൊരാൾക്ക് അകത്തേക്ക് കയറിയിരിക്കാൻ സാധിക്കൂ. ഡ്രൈവർ മാർട്ടിൻ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിട്ട് പറയപ്പെടുന്നില്ല. അകത്തിരുന്നു കൊണ്ട് വാഹനം അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിലിരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാവുന്ന തരത്തിലുള്ള ശബ്ദം ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വാഹനം അൺലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. അതേസമയം മണികണ്ഠനും വിജേഷനും കയറാനുള്ള സഹായം ചെയ്തു കൊടുത്ത മാർട്ടിനെയോ തന്റെ ഇരുവശത്തുമായി കയറിയിരുന്ന് തന്നെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർട്ടിനെ സ്വതന്ത്രമായി വാഹനം ഓടിക്കാൻ അനുവദിച്ച, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനല്ല കയറിയത്, മാർട്ടിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ മണികണ്ഠനും വിജേഷും പറഞ്ഞതും ഒരേപോലെ വിശ്വസിച്ച അതിജീവിത ഈ 3 പേരെയും വിശ്വസിച്ചുകൊണ്ട് അവരോടൊപ്പം മുന്നോട്ട് യാത്ര ചെയ്യാൻ തയ്യാറാവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മണികണ്ഠനും വിജേഷും ഫോൺ തട്ടിയെടുക്കുകയും വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അവിടെയും അതിജീവിത ചെറുത്തുനിൽപ്പൊന്നും തന്നെ നടത്തുന്നില്ല. വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നു. തൊട്ടു പുറകിലായി 1ാം പ്രതിയായ പൾസർ സുനി ഓടിച്ച ടെമ്പോ ട്രാവലർ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ വെച്ച് 5ാം പ്രതിയായ സലീമും 6ാം പ്രതിയായ പ്രദീപും ടെമ്പോ ട്രാവലറിലേക്ക് കയറുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. മണികണ്ഠനും വിജേഷും ചേർന്ന് അതിജീവിതയെ തങ്ങളാലാവും വിധം പീഡിപ്പിക്കുകയും അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയതിനു ശേഷം നഗരത്തിലെ തിരക്കേറിയ റോഡരികിലൊരിടത്ത് ഇരു വാഹനങ്ങളും സൈഡാക്കുകയും മണികണ്ഠനും വിജേഷും കാറിൽ നിന്നിറങ്ങി ടെമ്പോ ട്രാവലറിലേക്ക് കയറുകയും മറ്റു 2 പേർ കാറിലേക്ക് കയറി അതിജീവിതയുടെ ഇരുവശത്തായി ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. തിരക്കേറിയ നഗരമധ്യത്തിൽ വെച്ച് വാഹനം സൈഡാക്കി നിർത്തി പുറകിലെ ഡോർ തുറന്ന് 2 പേരിറങ്ങി മറ്റു 2 പേർ കയറുന്ന സമയത്ത് മിനിമം ഒരു 15 സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഇരു ഡോറുകളും തുറന്നിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്തും അതിജീവിത പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടാനോ എന്തെങ്കിലും രീതിയിലുള്ള ബലപ്രയോഗങ്ങൾ നടത്തിയതായിട്ടോ ആ ഡോർ തുറന്ന ഗ്യാപ്പിൽ ഒച്ചയിട്ട് ആളെ കൂട്ടാൻ ശ്രമിച്ചതായിട്ടോ ഒന്നും പറയപ്പെടുന്നില്ല. വളരെ കൂളായി ഇരുന്നിടത്ത് തന്നെ ഇരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാർട്ടിനെ ഇറക്കിയ ശേഷം അതിജീവിത സഞ്ചരിച്ച വാഹനം ഓടിക്കാൻ 5ാം പ്രതി സലീമിനെ നിയോഗിക്കുകയും ചെയ്തു. ഡ്രൈവറെ മാറ്റാനായി വാഹനത്തിന്റെ ഡ്രൈവിംഗ് ഡോർ തുറന്നപ്പോഴും അതിജീവിത രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയതായോ ഒറ്റ വെച്ച് ആളെ കൂട്ടാൻ ശ്രമിച്ചതായോ അറിയപ്പെടുന്നില്ല. പിന്നീട് അതിജീവിത സഞ്ചരിച്ച വാഹനം ഏതു സമയം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കടന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം വാഹനം ഒതുക്കുകയും സലീം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് സാക്ഷാൽ പൾസർ സുനിയുടെ എൻട്രി. മുഖംമൂടി ധരിച്ചു വന്ന പൾസർ സുനി ആദ്യം കയറിയിരുന്നത് ഡ്രൈവിംഗ് സീറ്റിലായി. അതിജീവിത പൾസർ സുനിയെ തിരിച്ചറിയും. അക്കാര്യം പൾസർ സുനിയോട് പറയുകയും ചെയ്തു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി അതിജീവിതയുടെ അടുത്തായി ചെന്നിരിക്കുക. അതിജീവിതയുടെ ഇരുവശത്തുണ്ടായിരുന്ന 2 പേരും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ടെമ്പോ ട്രാവലറിലേക്ക് മാറി കയറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പൾസർ സുനിയും അതിജീവിതയും വാഹനം ഓടിച്ചിരുന്ന മണികണ്ഠനും മാത്രമേ അതിജീവിതയുടെ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ തിരക്കേറിയ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വാഹനം നിർത്തിയ ശേഷം
ഡ്രൈവറായ സലീം പുറത്തേക്ക് ഇറങ്ങുന്നു. പകരമായി പൾസർ സുനി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുന്നു. അതിജീവിതയുമായി സംസാരിക്കുന്നു. തന്നെ മനസ്സിലാക്കിയെന്ന് ഉറപ്പിച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പൾസർ സുനി പുറകിലേക്ക് ഇരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ പുറകിലിരുന്ന മറ്റു രണ്ടുപേർ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ടെമ്പോ ട്രാവലറിലേക്ക് കയറുന്നു. പൾസർ സുനി പുറകു സീറ്റിൽ അതിജീവിതയോടൊപ്പം ഇരിപ്പുറപ്പിക്കുന്നു. ഇത്രയും സമയത്തിനുള്ളിൽ അതിജീവിതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത്രയും സമയം ഇരുവശത്തുമായി രണ്ടുപേർ ഇരിക്കുകയും അവർ പുറത്തിറങ്ങിയ ഉടനെ തന്നെ മറ്റു രണ്ടുപേർ കയറുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തവണ രണ്ടുപേർ ഇറങ്ങുകയും പകരം ഒരാൾ മാത്രം കയറുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് അവസരങ്ങളും ഒരുപാട് സമയവും കിട്ടിയിട്ടും രക്ഷപ്പെടാനുള്ള യാതൊരു ശ്രമവും നടത്താതെ പൾസർ സുനി പുറകിൽ വന്നിരുന്ന് വാഹനം വീണ്ടും മുന്നോട്ടേക്ക് എടുക്കാനായി കാത്തിരിക്കുകയാണെന്ന്. അതിജീവിതയോടൊപ്പം വന്നിരുന്ന പൾസർ സുനി തനിക്ക് കിട്ടിയ കൊട്ടേഷനെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിക്കുകയും താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുറെ ആളുകൾ അതിജീവിതയെ പീഡിപ്പിക്കാനായി കാത്തിരിക്കുന്നുണ്ട് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പൾസർ സുനിയുമായി സഹകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് മനസ്സിലാക്കി. വാഹനം ഓടിക്കുന്നത് മണികണ്ഠനാണ്. കോ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. പുറകിൽ അതിജീവിതയും പൾസർ സുനിയും മാത്രമാണ്. പൾസർ സുനിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറിനരികിലായിട്ട് ആരുമില്ല. വളരെ ഈസി ആയിട്ട് ആ ഡോറിന്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് ചാടണമെന്നൊന്നുമില്ല. വഴിയെ പോകുന്ന മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ ഒച്ചയിട്ട് ആളെ കൂട്ടാനോ ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊന്നും തയ്യാറാവാതെ പൾസർ സുനിയുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി എന്നും പറയപ്പെടുന്നു. ഈ പീഡനത്തിനിടയിൽ പൾസർ സുനി തൻ്റെ ഫോണെടുത്ത് അതിജീവിതയുടെ അപകീർത്തികരമായ ചിത്രങ്ങളെടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. ആ സമയത്തും എന്തെങ്കിലും രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ നടത്താനോ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയതായിട്ട് ഒന്നും പറയപ്പെടുന്നില്ല. മണിക്കൂറുകൾ നീണ്ട് ക്രൂരമായ പീഡനത്തിനൊടുവിൽ കാക്കനാടിനടുത്തുള്ള വാഴക്കാല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് നിർത്തുന്നു. പൾസർ സുനിയും മണികണ്ഠനും ടെമ്പോ ട്രാവലറിൽ കയറി രക്ഷപ്പെടുന്നു. രണ്ടാം പ്രതി മാർട്ടിൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്ന് കയറിയെന്നും പറയപ്പെടുന്നു. ആ സമയത്ത് പോലും സഹായത്തിനായി ആരെങ്കിലും വിളിക്കാനോ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാനോ ഒന്നും ശ്രമിക്കാതെ പൾസർ സുനി അടക്കമുള്ള ആളുകൾക്ക് തന്നെ പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്ത മാർട്ടിൻ ആന്റണിയെ വെയിറ്റ് ചെയ്ത് വളരെ ക്ഷമയോടെ ആ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും നേരം അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളുടെ വെളിച്ചത്തിൽ മാർട്ടിൻ ആന്റണിയോടൊപ്പം അതേ വാഹനത്തിൽ തന്നെ വീണ്ടും യാത്ര തുടർന്നാൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് താൻ എത്തിപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക പോലും അതിജീവിതക്കുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്നെ അതിശയപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതേ മാർട്ടിൻ ആന്റണിയോടൊപ്പം പിന്നീട് യാത്ര തുടരുകയും വാഴക്കാലയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം അകലെ വടമുകളിലുള്ള ലാലിന്റെ വീട്ടിലേക്ക് വാഹനം ഓടിക്കാൻ മാർട്ടിൻ ആന്റണിയോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഇവർ രണ്ടുപേരും സംവിധായകൻ ലാലിന്റെ വീട്ടിലേക്ക് പോയി എന്നുമാണ് പറയപ്പെടുന്നത്. അതിജീവിതയെ പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വിട്ടതിന് ശേഷം അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പോലും നടത്താതെ മാർട്ടിൻ ആന്റണിയും സംവിധായകൻ ലാലിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഉണ്ടായത്. തന്റെ വീട്ടിലേക്ക് കയറി വന്ന അതിജീവിതയുടെ അവസ്ഥ കണ്ട് ഞെട്ടിത്തരിച്ച സംവിധായകൻ ലാൽ സുഹൃത്തും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയുമായിരുന്ന വനിതാ DGP അടക്കം തന്റെ സുഹൃത്തുക്കളായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും PT തോമസ് അടക്കമുള്ള ജനപ്രതിനിധികളെയും വിളിച്ചു വരുത്തിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉന്നതരുടെ ഒരു സംഘം തന്നെ സംവിധായകൻ ലാലിന്റെ വീട്ടിൽ ഒത്തുചേരുക. അതിജീവിതക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ചരടുവലികളും കരുനീക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും രണ്ടാം പ്രതി മാർട്ടിൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ അതിജീവിതക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളിലെ ആദ്യപടിയായി മാർട്ടിൻ എന്ന രണ്ടാം പ്രതി സ്വയം അറസ്റ്റ് വരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം കേരളം ഉണർന്നത് പ്രശസ്ത നടി പീഡിപ്പിക്കപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടായിരുന്നു. അധികം വൈകാതെ നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഒന്നൊന്നായി അറസ്റ്റ് വരിക്കപ്പെടുന്നു. ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പ്രശസ്ത ഡിവോഴ്സ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തും. നടി ആക്രമിക്കപ്പെട്ടതിന് പുറകിൽ ഗൂഢാലോചനയുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നടിമാർ ചേർന്ന് പീഡിപ്പിക്കപ്പെട്ട നടിക്ക് വേണ്ടി ഒരു ഫെമിനിസ്റ്റ് സംഘടന രൂപീകരിക്കുകയും നടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അധികം വൈകാതെ ഗൂഢാലോചന ആരോപണം ആദ്യമായി ഉന്നയിച്ച ഡിവോഴ്സ് നടിയുടെ മുൻ ഭർത്താവായ ആ സമയത്ത് മലയാള സിനിമയുടെ മുടിചൂടാ മന്നൻ എന്നറിയപ്പെടുന്ന ദിലീപിന്റെ നേർക്ക് സംശയങ്ങൾ നീളുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ ദിലീപിനെ ജീവിതത്തിൽ ഇന്നേ വരെ നേരിട്ട് കാണാത്ത ആളുകൾ മുതൽ എന്തെങ്കിലും തരത്തിലുള്ള പരിചയമോ വ്യക്തി വൈരാഗ്യമോ ഉള്ള ആളുകൾ വരെ പബ്ലിസിറ്റി സ്റ്റണ്ട് മുതൽ പല തരത്തിലുള്ള മുതലെടുപ്പുകളുമായി രംഗത്തേക്കിറങ്ങി. പക്ഷേ എവിടെയും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും ആർക്കും ഹാജരാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സാക്ഷാൽ പൾസർ സുനി തന്നെ ജയിലിൽ നിന്ന് ഒരു കത്തയക്കുകയാണ്. 300 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ആ കത്തിനെ കുറിച്ച് ദിലീപ് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും അതേ കത്തിനെ തെളിവായി എടുത്തുകൊണ്ട് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് ദിവസങ്ങളോളം ജയിലിലിടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ദിലീപിനെ പ്രതിയാക്കാനും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനും വേണ്ടി പല തരത്തിലുള്ള കഥകളും കെട്ടുകഥകളും കൊണ്ടുവന്ന് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ട് പോലും വെറുതെ വിടാൻ തയ്യാറാവാത്ത ആളുകൾ ഇക്കാലം വരെ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. പൾസർ സുനിയും അതിജീവിതയും തമ്മിൽ മുൻപരിചയമുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഒരാളും ചോദ്യം ചെയ്തതായോ ലക്ഷക്കണക്കിന് ആരാധകരുള്ള നിരവധി ചെറുപ്പക്കാരുടെ സ്വപ്നസുന്ദരിയായി അറിയപ്പെടുന്ന അങ്ങനെയുള്ളൊരു നടിയിലേക്ക് പൾസർ സുനിയെയും മാർട്ടിൻ ആന്റണിയെയും പോലുള്ള ക്രിമിനലുകൾക്ക് എങ്ങനെ ഈസിയായി എത്തിപ്പെടാൻ സാധിക്കും?
അതിജീവിതയ്ക്ക് ഇവരുമായുള്ള പരിചയം എങ്ങനെയാണ്, അതിജീവിതയുടെ ഡ്രൈവറായി ഇവരെ റെക്കമെൻഡ് ചെയ്തത് ആരാണ് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2017 ഫെബ്രുവരി 17 നടിക്കെതിരായ ക്രൂരകൃത്യം അരങ്ങേറിയ ദിവസം തൃശ്ശൂരിൽ നിന്ന് അവർ മടങ്ങിയത് അവർ അന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ടീം ഏർപ്പാടാക്കി കൊടുത്ത കാറിലാണെന്നും ആ കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണി എന്നുമാണ് പറയപ്പെടുന്നത്. 2017 ജനുവരിയിൽ ഇതേ സിനിമയുടെ തന്നെ ഷൂട്ടിംഗ് ഗോവയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഇതേ സിനിമയുടെ പ്രൊഡക്ഷൻ ടീം അതിജീവിതയ്ക്ക് വേണ്ടി ഏർപ്പാടാക്കി കൊടുത്ത ഡ്രൈവറായിരുന്നു പൾസർ സുനി എന്നും ഇതേ സിനിമയുടെ 1ാം ഭാഗം ചിത്രീകരിച്ചിരുന്ന സമയത്തും പൾസർ സുനി അതിജീവിതയുടെ ഡ്രൈവറായിരുന്നു എന്നും പറയപ്പെടുന്നു. 2017 ജനുവരിയിൽ ഗോവയിൽ ചിത്രീകരണം നടക്കുകയും ഫെബ്രുവരി മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് ചിത്രീകരണം നടത്തുകയും അതിജീവിതയായ നടി അഭിനയിക്കുകയും ചെയ്ത ഒരേ ഒരു സിനിമ മാത്രമേ ഉള്ളൂ. ആ സിനിമ സംവിധാനം ചെയ്തത് സംവിധായകൻ ലാലിന്റെ മകനായിരുന്നു. നിർമ്മാതാവ് അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന സാക്ഷിയായ സാക്ഷാൽ ലാൽ ക്രിയേഷൻ ആയിരുന്നു. ആ സിനിമയിൽ ആക്രമിക്കപ്പെട്ട അതിജീവിതയോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയോടെ ചെയ്ത വ്യക്തിയാണ് സാക്ഷിയായ നടനും സംവിധായകനും നിർമ്മാതാവും കൂടിയായ സാക്ഷാൽ ലാൽ. ഇതേ ലാലിന്റെയും മകന്റെയും നിയന്ത്രണത്തിലുള്ള പ്രൊഡക്ഷൻ ടീം തന്നെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൊടും ക്രിമിനലുകളും കേസിലെ 1ാം പ്രതിയും 2ാം പ്രതിയുമായ പൾസർ സുനിയെയും മാർട്ടിൻ ആന്റണിയെയും നടിയുടെ ഡ്രൈവർമാരായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ചേർന്ന് അതിജീവിതയെ ക്രൂരമായി ആക്രമിച്ച ശേഷം അവരെ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ടുള്ളതും ഇതേ ലാലിന്റെ പടമുകളിലുള്ള വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരിടത്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ചേർത്തുവായി. അതിജീവിതയുടെ നിർദ്ദേശപ്രകാരം മാർട്ടിൻ ആന്റണി അതിജീവിതയും കൊണ്ട് നേരെ പോയിട്ടുള്ളതും ഇതേ ലാലിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഇതേ ലാൽ തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഉന്നതരായ ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എല്ലാ നിയമസഹായങ്ങളും ഉറപ്പാക്കാൻ മുന്നിൽ തന്നെ നിന്നത്. ഇതിനിടയിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷി മാർട്ടിൻ ആന്റണി കേസിലെ പ്രതിയാവുന്നതോടുകൂടി ലാലും കുടുംബവും അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിലെ ചോദ്യം ചെയ്യാനാവാത്ത, പ്രതി ചേർക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത പ്രധാന സാക്ഷികളായി മാറുകയും ചെയ്തു. കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ആരോപിക്കുന്നത് പോലെ ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലാലിന്റെയും കുടുംബത്തിന്റെയും പങ്ക് തള്ളിക്കളയാനാവില്ല. ലാലും കുടുംബവും സ്വാഭാവികമായ ഒരു സഹായം തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം കോയിൻസിഡൻസ് ആണ് എന്ന് നമുക്ക് കരുതാമെന്ന് വെക്കാം. എന്നിരുന്നാൽ കൂടി ലാലിന്റെയും മകന്റെയും നിയന്ത്രണത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസിലുള്ള ആരാണ് പൾസർ സുനിയെയും മാർട്ടിനെയും അതിജീവിതയുടെ ഡ്രൈവർമാരായി നിയോഗിച്ചിട്ടുള്ളത്? ആരോടുള്ള വിശ്വാസത്തിലാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ആളുകളെ തന്റെ ഡ്രൈവറായി അതിജീവിത ആക്സെപ്റ്റ് ചെയ്തത് എന്ന കാര്യം കൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഇക്കാര്യം പറയേണ്ടത് മറ്റാരുമല്ല, കേസിലെ ഇരയാക്കപ്പെട്ട അതിജീവിതയും സാക്ഷിയായ ലാലും കുടുംബവും തന്നെയാണ്. ദിലീപിനെതിരെ ഉയർന്നു വന്ന സംശയങ്ങളും ആരോപണങ്ങളും അഭ്യൂഹങ്ങളും വിശ്വസിച്ച് അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നിട്ടുള്ള ആളുകളിൽ ഇനിയെങ്കിലും പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും അതിജീവിതയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കൂടി ശബ്ദമുയർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ്. നന്ദി, നമസ്കാരം.